മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. JEE മെയിൻ 2023 ആദ്യ സെഷനുള്ള അഡ്മിറ്റ് കാർഡുകൾ നാളെ മുതൽ. ഓൺലൈൻ എക്സാം ജനുവരി 24 മുതൽ ആരംഭിക്കും. NEET 2023 മെയ് 7 ഓൺലൈൻ അപേക്ഷ ഉടൻ ആരംഭിക്കും. 2023 ജനുവരി 1 മുതലുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾക്ക് സാധുത. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഓൺലൈൻ ആക്കുന്നു. പരീക്ഷ മെയ് അവസാനം നടക്കുവാൻ സാധ്യത. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ 4ാം ഘട്ട അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഓൺലൈൻ അലോട്ട്മെന്റ് ജനുവരി 27 വരെ. കേരളത്തിലും BSc നഴ്സിംഗിന് പ്രവേശന പരീക്ഷ ഏർപ്പെടുത്തുവാൻ ആലോചന. രാജ്യത്തെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുവാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു. മെഡിക്കൽ സീറ്റുകൾക്ക് കേരളം എതിരു നിൽക്കരുതെന്ന് സുപ്രീം കോടതി. NEET PG എൻട്രൻസ് എക്സാം മാർച്ച് 5 ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 27 വരെ. UCED എൻട്രൻസ് എക്സാം ജനുവരി 22 അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ. വാർത്തകൾ വിശദമായി. 2023-24 അധ്യയന വർഷത്തേക്ക് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവുമധികം കുട്ടികൾ എഴുതുന്നതുമായ JEE മെയിൻ 2023 ഓൺലൈൻ എൻട്രൻസ് എക്സാം ജനുവരി 24 ആദ്യ സെഷൻ ആരംഭിക്കുന്നു. JEEMain.nta.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ ദിവസവും എക്സാം സിറ്റിയും വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. എക്സാം സെൻറ്ററും രാവിലെയും ഉച്ചകഴിഞ്ഞും നടക്കുന്ന പരീക്ഷയിൽ ഓരോ കുട്ടിയുടെയും ഷെഡ്യൂളും അറിയുന്ന അഡ്മിറ്റ് കാർഡുകൾ നാളെ മുതൽ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അഡ്മിറ്റ് കാർഡും ഒരു ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡുമായി കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഹാജരാകാം. പരീക്ഷയ്ക്ക് ലഭിക്കുന്ന പേഴ്സൻറ്റേജ് സ്കോർ ഫെബ്രുവരി ആദ്യവാരം പ്രസിദ്ധപ്പെടുത്തും. സ്കോർ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ആദ്യ സെഷന് അപേക്ഷിക്കാത്തവർക്കും രണ്ടാമത്തെ സെഷൻ പരീക്ഷയ്ക്ക് ഫെബ്രുവരി 7 മുതൽ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏപ്രിൽ 6 മുതൽ പരീക്ഷകൾ നടക്കും. രണ്ടാമത്തെ സെഷൻ പരീക്ഷയുടെ പേഴ്സൻറ്റേജ് സ്കോറും കൂടി പരിഗണിച്ച് ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധപ്പെടുത്തും. JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്നവർക്കായി ജൂൺ 4 പ്രത്യേക ഓൺലൈൻ എൻട്രൻസ് എക്സാം നടത്തും. IIT-കളിലെ BTech പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്നവർ ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ JEEADV.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിച്ചിരിക്കണം. JEE അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NIT, IIIT, GFT-കളിലേക്കും JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് അനുസരിച്ച് IIT-കളിലേക്കും josa.nic.in എന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഈ വർഷത്തെ NEET, JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് എക്സാമുകൾക്ക് ഇനി അധിക ദിവസമില്ല. 100% വരെ സ്കോളർഷിപ്പോട് കൂടി പഠിച്ച് എൻട്രൻസ് എക്സാമിന് ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരു അവസരം ഒരുക്കുകയാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ. ജനുവരി 16 ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സിന്റെ പുതിയ ബാച്ചിലൂടെ എൻട്രൻസിന് മാത്രമല്ല ബോർഡ് എക്സാമിനും നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാം. ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളാണ് ജനുവരി 16 ആരംഭിക്കുന്നത്. ജോയിൻ ചെയ്യുന്നവർക്ക് സബ്ജക്ട് വൈസ്, ചാപ്റ്റർ വൈസ് സോർട്ട് ചെയ്ത സ്റ്റഡി മെറ്റീരിയൽസ്, NEET, JEE, KEAM എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ബ്രില്യൻറ്റ് പോയിന്റർ, ബ്രില്യൻറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ലേണിംഗ് ആപ്പ് തുടങ്ങി എല്ലാ ഫെസിലിറ്റീസും ലഭിക്കും. CBSE, ISC, അതർ സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ 10ാം ക്ലാസ്സിലെ മാർക്കുകൾ അനുസരിച്ച് 100% മുതൽ 10% വരെ സ്കോളർഷിപ്പ് ലഭിക്കും. അതുപോലെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ +1 മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ 100 മുതൽ 10% വരെ സ്കോളർഷിപ്പുകൾ ലഭിക്കും. കഴിഞ്ഞില്ല, 2022 NEET എക്സാം എഴുതിയവർക്ക് 550 അതിന് മുകളിലോ സ്കോർ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 100% കോഴ്സ് ഫീയും മെറ്റീരിയൽസ് ഫീയും സ്കോളർഷിപ്പായി ലഭിക്കും. അതുപോലെ തന്നെ 375 മുതൽ 549 വരെ സ്കോറുകൾ നേടിയവർക്ക് 100 മുതൽ 10% വരെ കോഴ്സ് ഫീ സ്കോളർഷിപ്പായി ലഭിക്കും. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ആരംഭിക്കുന്ന പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
MBBS, BDS, BSc നഴ്സിംഗ് പ്രവേശനം ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കായുള്ള നീറ്റ് 2023 മെയ് 7-ന്. ഓൺലൈൻ അപേക്ഷകൾ ഉടൻ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ഏകദേശം ഒരു മാസം അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ 530ഓളം ഓഫ്ലൈൻ സെൻറ്ററുകളും ഇന്ത്യക്ക് പുറത്ത് 25ഓളം സെൻറ്ററുകളിലുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളായി NTA തീരുമാനിച്ചിരിക്കുന്നത്. അപേക്ഷിക്കുന്ന എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്താണ് ഓൺലൈനായി അപേക്ഷ പൂർത്തിയാക്കേണ്ടത്. നാഷണാലിറ്റി, അതായത് ഇന്ത്യൻ, NRI, OCI, ഫോറിൻ നാഷണൽ എന്നിവ സെലക്ട് ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. MBBS, BDS, BSc നഴ്സിംഗ് പ്രവേശനം ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള നീറ്റ് 2023 മെയ് 7-ന്. ഓൺലൈൻ അപേക്ഷകൾ ഉടൻ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ ആരംഭിക്കും. ഏകദേശം ഒരു മാസം അപേക്ഷിക്കുവാനുള്ള സമയപരിധി ഉണ്ടായിരിക്കും. ഇന്ത്യയിൽ 530ഓളം കേന്ദ്രങ്ങളും ഇന്ത്യക്ക് പുറത്ത് 25ഓളം സെൻറ്ററുകളിലുമായിട്ടായിരിക്കും ഈ വർഷം നീറ്റ് എക്സാം NTA ഒരുക്കുന്നത്. അപേക്ഷിക്കുന്ന എല്ലാ കുട്ടികളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ, ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്താണ് ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കേണ്ടത്. നാഷണാലിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ഇന്ത്യൻ എന്നുള്ളതിന് പുറമെ NRI, OCI, ഫോറിൻ നാഷണൽ എന്നിവ സെലക്ട് ചെയ്യുന്നവർക്ക് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായി വരും. 27% ഓൾ ഇന്ത്യ തലത്തിൽ OBC റിസർവേഷൻ ലഭിക്കുന്നതിനായി തഹസീൽദാരിൽ നിന്നും ലഭിക്കുന്ന സെൻട്രൽ പർപ്പസിനുള്ള OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ രീതിയിലോ നേരിട്ട് ചെന്ന് മേടിക്കുന്നതോ അപ്ലോഡ് ചെയ്തിരിക്കണം. ഓൾ ഇന്ത്യ തലത്തിൽ 10% EWS റിസർവേഷൻ ലഭിക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ തഹസീൽദാരിൽ നിന്ന് നിശ്ചിത ഫോർമാറ്റിൽ നേരിട്ട് സർട്ടിഫിക്കറ്റുകൾ മേടിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ 2 സർട്ടിഫിക്കറ്റുകളും 2023 ജനുവരി 1-ന് ശേഷമുള്ളതായിരിക്കുകയും വേണം. എന്നാൽ ഇപ്പോൾ കയ്യിലുള്ള പഴയ തീയതിയിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും ഓൾ ഇന്ത്യ തലത്തിലെ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമ്പോൾ 2023 ജനുവരി 1-ന് ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാലും മതിയാകും. ഈ 2 സർട്ടിഫിക്കറ്റുകളും തഹസീൽദാരിൽ നിന്ന് ലഭിക്കും എന്നുറപ്പുള്ള കുട്ടികൾക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിശ്ചിത മാതൃകയിലുള്ള ഡിക്ലറേഷൻ മാത്രം സമർപ്പിച്ചും ഓൺലൈൻ അപേക്ഷ പൂർത്തിയാക്കാം. SC, ST, PWD വിഭാഗങ്ങൾ ആ റിസർവേഷൻ ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്തു വേണം അപേക്ഷിക്കേണ്ടത്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസും ഓൺലൈൻ മോഡിലേക്ക് മാറുന്നു. ഈ അധ്യയന വർഷം മുതൽ കേരളത്തിലെ BTech പ്രവേശനത്തിന് JEE മെയിൻ മാതൃകയിൽ എൻട്രൻസ് നടത്തുന്നതിനുള്ള ചർച്ച അന്തിമഘട്ടത്തിൽ. മന്ത്രിസഭ അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ മെയ് മാസം അവസാനമോ അല്ലെങ്കിൽ ജൂൺ മാസം ആദ്യമോ ആയിരിക്കും ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം. പരീക്ഷയുടെ കാര്യത്തിലുള്ള അന്തിമ തീരുമാനം വന്നതിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും KEAM ഓൺലൈൻ ആപ്ലിക്കേഷൻ. കേരളത്തിലെ MBBS, BDS, മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ കോഴ്സുകൾക്കുമാണ് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കേരളത്തിന് സ്വന്തമായ പ്രവേശന പരീക്ഷ എഞ്ചിനീയറിംഗിനും BPharmനും മാത്രമായിരിക്കും. MBBS ഉൾപ്പെടുന്ന മെഡിക്കൽ കോഴ്സുകൾക്ക് നീറ്റ് എൻട്രൻസ് എക്സാമും കേരളത്തിലെ ആർക്കിടെക്ചർ കോഴ്സിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ നേറ്റയുടെ അഭിരുചി പരീക്ഷയുമാണ് എഴുതേണ്ടത്. കേരളത്തിൽ OBC, EWS, SC, ST, OEC, NRI ഏതു കാറ്റഗറിയും അനുവദിക്കുന്നത് കേരളയുടെ വെബ്സൈറ്റിൽ ഓരോ കുട്ടിയും അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡിറ്റി ഉണ്ടായിരിക്കണമെന്ന നിബന്ധന മാത്രമേ ഉള്ളൂ. എന്നാൽ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റുകൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ളവ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ.
തഹസീൽദാർ എന്നുള്ള സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വേരിഫിക്കേഷൻ സമയത്ത് അവ റിജക്റ്റ് ചെയ്യുകയും മെമ്മോ കാൻഡിഡേറ്റ് പോർട്ടലിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ആ മെമ്മോ നിശ്ചിത സമയത്ത് മാറ്റി പുതിയ വില്ലേജ് ഓഫീസർ എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ അപേക്ഷ ജനറൽ വിഭാഗത്തിലേക്ക് മാറുകയും ചെയ്യും. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസ് എക്സാമിൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചുള്ള 4ാം ഘട്ട അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ICAR-exam.net എന്ന വെബ്സൈറ്റ് വഴിയാണ് പ്രവേശനം ലഭിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ജനുവരി 27 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 രൂപ അടച്ച് പ്രവേശനം ഉറപ്പാക്കണം. ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിനായി താൽപ്പര്യമുള്ളവർക്ക് അപ്ഗ്രഡേഷൻ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. BSc നേഴ്സിംഗിന് കേരളത്തിലും പ്രവേശന പരീക്ഷ ആലോചനയിലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. ഈ അധ്യയന വർഷം മുതൽ ഒരു പ്രവേശന പരീക്ഷയിലൂടെയാവണം BSc നേഴ്സിംഗ് പ്രവേശനം എന്ന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശം കേരളത്തിലും നടപ്പിലാക്കും. ഇവിടെ +2 മാർക്കിന് പകരം കേരളത്തിന് മാത്രമായി എൻട്രൻസ് എക്സാം നടത്തുവാൻ ആലോചിക്കുന്നു. ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും BSc നേഴ്സിംഗിന് പ്രവേശനത്തിന് പുതിയ രീതി നിലവിൽ വരും. എന്നാൽ ഓൾ ഇന്ത്യ തലത്തിൽ മൗലാന, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, JIPMER പോലെയുള്ള 10ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജുകളിലെ BSc നേഴ്സിംഗിന് നീറ്റാണ് അടിസ്ഥാന യോഗ്യത. നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി ഈ കോളേജുകളിൽ BSc നേഴ്സിംഗിന് പ്രവേശനം ലഭിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്തുന്നതിനും സയൻസ് വിഷയങ്ങളിലെ അഭിരുചി കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ആരംഭിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് 2023. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് 16 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് ലഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന BSOയുടെ ആദ്യഘട്ടം ഓൺലൈനായി 2023 ഫെബ്രുവരി 12-നും 2ാം ഘട്ടം 2023 ഏപ്രിൽ 2-ന് ഓഫ്ലൈനായി കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചും നടത്തും. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്കുകൾ നിർണ്ണയിക്കുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാമുകൾ നടക്കുക. സ്റ്റേജ് 1-ൽ ഓൺലൈൻ മോഡും സ്റ്റേജ് 2-ൽ ഓഫ്ലൈൻ മോഡ് എക്സാമും ആയിരിക്കും. ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം നൽകുന്ന കാര്യത്തിൽ കേരളം പിന്നോക്കം പോകരുതെന്ന് സുപ്രീം കോടതി കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു. ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കുന്നതിനിടെയാണ് കോടതിയുടെ വാക്കാലുള്ള ഈ പരാമർശം. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ അംഗീകാരത്തിനായി ഗവൺമെന്റിനെ സമീപിക്കുമ്പോൾ നിഷേധാത്മക നിലപാടുകൾ സ്വീകരിക്കരുതെന്ന് കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു. വാളയാറിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്നില്ലെന്നുള്ള VN പബ്ലിക് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ ഹർജി പരിഗണിക്കവെയാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ തങ്ങളുടെ നിലപാട് സുപ്രീം കോടതിയെ അറിയിച്ചത്. രാജ്യത്ത് മെഡിക്കൽ ഫീസ് വളരെ കൂടുതലായതിനാലാണ് വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിനായി ഉക്രൈൻ, ജോർജിയ പോലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെന്ന് സുപ്രീം കോടതിയുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. തങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുവാൻ അനുമതി നൽകിയാൽ 50% സീറ്റുകളിൽ സർക്കാർ ഫീസിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ തയ്യാറാണെന്ന് കോളേജ് അധികാരികൾ കോടതിയെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ VN പബ്ലിക് ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് ഈ അധ്യയന വർഷം കോളേജ് തുടങ്ങുന്നതിന് അനുമതി നൽകണമെന്ന നിർദ്ദേശം നൽകാനാവില്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ അടുത്ത വർഷം നിബന്ധനകളോടെ അനുമതി നൽകുന്ന കാര്യം കേരളം പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ പോലെ അവസാന നീറ്റ് PG എൻട്രൻസ് എക്സാം 2023 മാർച്ച് 5-ന് നടക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാന തീയതി ജനുവരി 27. MBBSന് ശേഷമുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളുടെ പ്രവേശനത്തിനുള്ള PG എൻട്രൻസ് എക്സാം 2024 മുതൽ നെക്സ്റ്റിന് വഴിമാറും.
2 ഘട്ടങ്ങളിലായി നടക്കുന്ന നെസ്റ്റ് എൻട്രൻസ് എക്സാമിന് ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ആദ്യ ഘട്ടത്തിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും PG പ്രവേശനം. ഡിസൈനിങ് മേഖലയിൽ IIT-കളിലടക്കം പ്രവേശനം ലഭിക്കുവാൻ UCET എൻട്രൻസ് എക്സാം ജനുവരി 22-ന്. അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും സഹിതം കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ഹാജരാകാം. ഇതിൻ്റെ റാങ്ക് അനുസരിച്ച് ഡിസൈനിങ്ങിന് മുംബൈ, ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ് തുടങ്ങിയ IIT-കളിലെ പ്രവേശനത്തിനാണ് UCET റാങ്ക് ഉപയോഗിക്കുന്നത്. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.